മുഖ്യമന്ത്രി അങ്ങനെ ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. പക്ഷേ സതീശൻ അങ്ങോട്ട് പന്തിട്ട് കഴിഞ്ഞു. ഞാൻ റെഡിയാണ്, വിഷയവും സമയവും അങ്ങേക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പന്ത് അങ്ങോട്ടിടുകയാണ് ചെയ്യുന്നത്. ഞാൻ എവിടെയാണെങ്കിലും റെഡിയാണ്, അങ്ങ് സന്നദ്ധനാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുമ്പം അതിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്നുണ്ട്. ഒരു അപ്പർ ഹാൻഡ് അവിടെ വരുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ ഫേസ്ബുക്ക് സംവാദമാണ് ഉദ്ദേശിച്ചത്. ഫേസ്ബുക്ക് സംവാദം എല്ലാ ദിവസവും നടക്കുന്നുണ്ടല്ലോ. ഫേസ്ബുക്ക് സംവാദം പരസ്യതം ഫേസ്ബുക്ക് സംവാദം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുതിയ വിശേഷം എന്താണ്? ഒരു വേറൊരു സംവാദത്തിന് മുഖ്യമന്ത്രി ക്ഷണിച്ചിരിക്കുകയാണെന്നൊരു ഫീലാണ് വന്നത്. ഇനി മുഖ്യമന്ത്രി അങ്ങനെ ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. പക്ഷേ സതീശൻ അങ്ങോട്ട് പന്തിട്ട് കഴിഞ്ഞു. ഞാൻ സന്നദ്ധനാണ്, ഏത് വിഷയത്തെക്കുറിച്ചും, അങ്ങ് നിർദ്ദേശിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഏത് സമയത്തും ഏത് സ്ഥലത്തും ഒരു പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കുക വഴി ഒരു എഡ്ജ് അവർ നിശ്ചയമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടക്കില്ല, നമുക്ക് ഉറപ്പാണ്. നമുക്കറിയാം ആളുകളുടെ പ്രകൃതമൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ്. പിണറായി വിജയൻ ആ നിലക്ക് ഒരു പബ്ലിക് ഡിബേറ്റിന് വരിക, അപ്പുറത്ത് വി ഡി സതീശനെ പോലെ ഒരു നല്ലൊരു ഡിബേറ്ററോട് ഡിബേറ്റ് ചെയ്ത് നിൽക്കുക, അത് അദ്ദേഹത്തിന് പലപ്പോഴും നമുക്കറിയാലോ, പത്രസമ്മേളനങ്ങളിൽ പോലും പലപ്പോഴും കൺട്രോൾ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് പിണറായി വിജയൻ അത് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ എന്ത് ചെയ്യുന്നത്? ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, മറന്നുപോയെന്നോ എന്തോ ചോദിച്ചിട്ട്, ശ്രദ്ധിക്കുമല്ലോ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പിണറായി വിജയൻ്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് ശ്രദ്ധിക്കുമല്ലോ. വീക്ക് പോയിന്റ് നോക്കി ഇടിക്കുക എന്നുള്ളതാണ് നല്ലൊരു യുദ്ധതന്ത്രമാണ്. അതിനകത്താണ് വി ഡി സതീശനായിട്ട് കളിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സാധാരണമാണ് സുകേഷ്. ഇത് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ കൊണ്ടുവരിക, അതിൽ സംവാദങ്ങളുണ്ടാകുക, തർക്കങ്ങളുണ്ടാകുക, വെല്ലുവിളികളുണ്ടാകുക. അതിൽ നിന്നെല്ലാം ആളുകൾ ഒരു സംഗതി ഡിറൈവ് ചെയ്തെടുക്കും. നല്ലൊരു ശതമാനം ആളുകൾ ഓൾറെഡി അവർ തീരുമാനത്തിലെത്തിയിട്ടുണ്ടാകും. പിന്നെ കുറച്ച് ആളുകളാണ് സ്വിങ്ങിങ് വോട്ട് എന്ന് പറയുന്ന, ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറി കുറച്ച് പേർ, ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും. ആ പെർസെൻറ്റേജാണ് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അവരെ പിടിക്കാനുള്ള അവസാനത്തെ ഏറ്റവും ക്ലവർലി ടാക്ടിക്സ് എന്തൊക്കെയാണ് അത് നോക്കി കളിക്കുകയാണ്. അതാണ് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുള്ള കൗതുകങ്ങളും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൽ വരുന്ന സിനിമാറ്റിക് ആയിട്ടുള്ള സംഗതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.